രാവിലെ ആലുവയിൽ നിന്ന് കുമരകത്തേക്ക് തിരിച്ചു. കുമരകത്തിൻ്റെ അടുത്ത് ഉള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ബിരിയാണിയാണ് അവിടെ നിന്ന് കിട്ടിയത്. ചിക്കൻ ബിരിയാണി, കുഴിമന്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. സാധാരണ ഒരു നാട്ടിൻപുറം വൈക്കം ചെമ്പ് വഴിക്കാണ് നമ്മൾ കുമരകത്ത് എത്തുന്നത്. ഏകദേശം ഒരു 50-60 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. ഒരു നല്ല ഒരു പ്രഭാതമായിരുന്നു. ഇപ്പോൾ കുമരകത്തിൻ്റെ പക്ഷി സങ്കേതത്തിലേക്കാണ്, അല്ലെങ്കിൽ ബേർഡ് സാങ്ച്വറിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ വഴിയാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളിങ്ങനെ നല്ല തണലോട് കൂടി പച്ചപ്പോടി നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അത് കേരളം തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ. വടക്കോട്ട് കഴിഞ്ഞാൽ വേറെ ഉണ്ടാവും. ഈ കാണുന്നതാണ് പക്ഷി സങ്കേതത്തിൻ്റെ കവാടം. മുള വച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് വളരെ അടുത്ത കാലത്ത് ചെയ്താന്ന് തോന്നുന്നു. ആ മുള വെച്ചിട്ടുള്ള അതൊരു ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആ മുള വച്ചിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ട് തന്നെയാണ്. അത് ചെയ്ത ആൾ എന്തായാലും സമ്മതിക്കണം. കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ മാറ്റിയെടുത്തു. ഈ മുള വച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതി ചെയ്തപ്പോൾ തന്നെ അതിന് ശരിക്കും ഒരു എടുപ്പുണ്ടായി. നമുക്കങ്ങോട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു സ്ഥലത്തെ അത് ആ മുള വെച്ച് തന്നെ മാറ്റാൻ പറ്റി. അത് ശരിക്കും ഇത് ഡിസൈൻ ചെയ്ത ആളുടെ മെടുക്കുക തന്നെയാണ്. പിന്നെ മുളയാകുമ്പോൾ കുറേ കാലം നിന്നോളും. എന്നാൽ ടെമ്പററി ആണ് താനും, എന്നാട്ട് പെർമനൻറ്റും അല്ല. ഇതൊരു 14 ഏക്കറോളം ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ കുമരകം പക്ഷി സങ്കേത കേന്ദ്രം, അല്ലെങ്കിൽ 5.5 സ്ക്വയർ കിലോമീറ്റർ. ഇതിപ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട്. ഇത് ശരിക്കും പണ്ടൊരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നാണ് പറഞ്ഞത്. ഒരു 1847 ഒരു ബേക്കൽ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ബേക്കൽ സാഹിബ് വാങ്ങിച്ചെടുത്ത സ്ഥലമാണ്. പിന്നെ പുള്ളി അത് പക്ഷി സങ്കേതമൊക്കെ ആക്കി മാറ്റിയെന്നാണ് പറയണത്. ഇതാണ് കുമരകത്തിൻ്റെ ചരിത്രം. കുമരകത്ത് ഞാൻ പണ്ട് 2003 ആദ്യമായിട്ട് പോയതാണ്. അന്ന് ഇതൊന്നും ഇങ്ങനെ മുളയുടെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ കുറേ കാട് പിടിച്ച സ്ഥലം, അങ്ങനെ ഓർഗനൈസ് ആയിരുന്നില്ല. ഇപ്പോൾ നല്ല ഓർഗനൈസ്ഡ് ആണ്. ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകണം നമ്മൾ. 100 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട്. അപ്പോൾ 100 രൂപ കൊണ്ട് അവർക്ക് അവിടെ മെയിൻ്റനൻസൊക്കെ നടത്താം. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജീവനക്കാരും നല്ല സഹകരണമുണ്ട്. ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും കുറച്ചും കൂടെ സഹകരണമുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ കൂടെ വയസ്സായ ഫാദറും മദറുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 കിലോമീറ്റർ നടത്തണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നടന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർ തന്നത് തന്നെ. കാരണം അവർക്ക് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ നല്ല രസമുള്ളൊരു ഏരിയ ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഇതൊരു വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ കായലിൻ്റെ ഒരു ഭാഗങ്ങളായിട്ട് തന്നെ വരും ഇത് തെക്കൻകൂർ രാജാവിൻ്റെ കീഴിലിരുന്ന സ്ഥലമാണ് ഈ കുമരകം എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ശരിക്കും ഭയങ്കര ഡേഞ്ചറസ് ആയ സ്ഥലമായിരുന്നു പണ്ട്. അതുകൊണ്ട് പടയാളികളെ അദ്ദേഹം ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അടിയും യുദ്ധമൊക്കെ ആയിരുന്നു ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടുത്തെ തന്നെ ചില സ്ഥലങ്ങൾ പടനിലം, പടക്കൾ എന്നൊക്കെ പറഞ്ഞ് പേരുള്ള പല സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ കുമരകം അടുത്ത് തന്നെ. പിന്നെയുള്ള കേൾക്കണ ഇത് വെച്ചാൽ കുമരൻ എന്ന, അതായത് സുബ്രഹ്മണ്യനെ പറ്റിയാണ് പറഞ്ഞത്. സുബ്രഹ്മണ്യൻ എന്ന ദൈവം, ശിവൻ്റെ മോൻ എന്ന് പറയപ്പെടുന്ന ദൈവം. അപ്പോൾ കുമരൻ ഇവിടുത്തെ ഒരു ഗോത്രവിഭാഗത്തിൻ്റെ ഒരു ഗോത്ര ദൈവമായിരുന്നു. പിന്നെ അത് മാറി പുള്ളി കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്ന പേരാണ് കുമരകം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഒരു ഐതിഹ്യമാണ്. എന്തായാലും ഇവിടെ ദേശാടന പക്ഷികൾ ധാരാളം വരാറുണ്ട്. ഇപ്പോൾ പക്ഷികൾ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ചെറുമ്പോൾ ഇപ്പം കാണാൻ പറ്റിയെന്ന് വരില്ല. അവർ നമ്മളെ കാണുന്നുണ്ടാവും. ഞങ്ങളുടെ കയറിയിട്ട് പക്ഷികളല്ല കണ്ടത്. ശരിക്കും വേറെ കുറച്ച് സാധനങ്ങളാണ് കണ്ടത്. നമുക്ക് വഴിയെ കാണാം എന്തൊക്കെ കണ്ടെന്നുള്ളത്. പിന്നെ അധികവും ഇവിടെ ഉള്ള ആളുകൾ നമ്മളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉള്ള ആളെന്ന് വെച്ചാൽ പാമ്പടക്കം എല്ലാവരും ഉണ്ടാവും. പിന്നെ നമ്മളെ സംബന്ധിച്ച് പോകുമ്പോൾ ഒരു കാട്ടിലൂടെ പോകാൻ വെച്ചാൽ നല്ല ശുദ്ധമായ വായു കിട്ടും. അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് പിന്നെ ഓഫ് കോഴ്സ് എന്തായാലും ഓക്സിജൻ ലെവലിലൂടെ കൂടുതലായിരിക്കുമല്ലോ. പിന്നെ പോകുന്ന നടപ്പാത ശരിക്കും ഇവർ ഇഷ്ടികമായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു ഫ്ലാറ്റ് സർഫസ് അല്ലാത്ത കാരണം. ഇത് ഞാൻ അന്ന് 2003 ചെന്നപ്പോഴും ഇതേ നടപ്പാത തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ ബേക്കൽ കോട്ടയിൽ ചെന്നപ്പോൾ അവർ ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ ഇരുന്നോളും. അത് തന്നെയാണ് ഇപ്പോൾ ബ്രിക്ക് വെച്ച് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ കണ്ടൽ കാടുകളൊക്കെ എൻ്റെ ഉള്ളിൽ. പിന്നെ ചെറിയ ചതുപ്പ് നിലങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ. ഇങ്ങനെ കിടക്കും. സ്റ്റിൽ വാട്ടറാണ്, ചതുപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ തവള, പാമ്പ്, ആമ, സലമാൻഡർ, ഉടുമ്പ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ തന്നെ 2-3 കുടുംബങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഈ റോഡ് സൈഡിലൊരു കടയൊക്കെ നടത്തുന്നുണ്ട്. അവരെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവർ
ഫാമിലിയോട് താമസിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന പോലെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ അവർ വച്ചിട്ടുണ്ട്. അതൊക്കെ കേരളത്തിലിപ്പോൾ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു അവബോധം കിട്ടി, ഒരു അവയർനെസ് കിട്ടിയ കാരണം പ്ലാസ്റ്റിക് അങ്ങനെ ആരും പറയാണ്ട് തന്നെ പറഞ്ഞാൽ അറിയാം, പ്ലാസ്റ്റിക്കിന് ഇടാൻ പാടില്ലെന്ന് അറിയാനുള്ള വിവരം നമുക്കൊക്കെ ആയിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചുരുക്കം ചിലരൊഴിച്ചാൽ. കുമരകത്തെ പറ്റി പറയുകയാണെങ്കിൽ കുമരകം ശരിക്കും ഇവിടെ ഒരു കുമരൻ എന്നുള്ള ആളുടെ പേരിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. കുമരകം എന്നുള്ള പേര് വന്നത് തന്നെ ഇത് ഒരു പക്ഷി ബേർഡ് സാഞ്ചുറിയാണ്. എൻ്റെ മലയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞുപോയി. പക്ഷി സങ്കേതമായിരിക്കാം. പിന്നെ ഇവിടെ ഇത് കേരളത്തിലെ ആദ്യത്തെ കായൽ നികത്തിയെടുത്ത സ്ഥലമാണെന്ന് കേട്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ അറബിക്കടൽ പിൻവലിഞ്ഞപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് നമ്മുടെ കടലിൽ നിന്ന് 1/2 മീറ്റർ താഴെയാണ് ഈ പ്രദേശങ്ങളെല്ലാം. അപ്പോൾ അതിന് ഒരു തണ്ണീർമുക്കം ബണ്ട് എന്നുള്ള ബണ്ട് അടുത്തുണ്ട്. ആ ബണ്ടാണ് വെള്ളം മുകളിൽ പൊക്കി നിർത്തുന്നത്. അതിൻ്റെ അടിയിലേക്ക് എല്ലാം 1/2 മീറ്റർ താഴെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ക്ലൈമറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ തണുപ്പ് കൂടിയ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഫോറസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ ദേശാടന പക്ഷികളൊക്കെ വന്നിട്ട് ഇവിടെ കൂട് കൂട്ടുന്നത്. ഇവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2003 വന്നത്, പിന്നെ വന്നിട്ടില്ല ഇവിടെ. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയുണ്ട്. കാടായാലും പിന്നെ വലിയ മാറ്റമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട, എല്ലാവരും പോലെ തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു നികത്തിയെടുത്ത സ്ഥലമാണ് കേരളത്തിലെ കായൽ നികത്തിയെടുത്ത്. പിന്നെ ഇത് ബ്രിട്ടീഷുകാരിൽ ഒരു ബേക്കൽ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടാണ്, ബേക്കൽ സാഹിബ് വന്നിട്ടാണ് ഇവിടെ ശരിക്കും മണ്ണൊക്കെ ഇട്ട് കൃഷിയോഗ്യമാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി കുറേ തെങ്ങൊക്കെ നട്ട് അത് കണ്ടിട്ട് സ്വദേശിയിൽ കുറേ ആളുകൾ പിന്നെ അതേപോലെ കായൽ നികത്തി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ കുട്ടനാട്ടിലുള്ള ഒരു വലിയൊരു ഏരിയ തന്നെ കായൽ നികത്തപ്പെട്ടിട്ടുണ്ട്. ഒരു കർഷകൻ പുള്ളി ഭയങ്കര സാഹസികമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഏരിയയൊക്കെ അങ്ങനെ നികത്തപ്പെട്ട സ്ഥലമാണ്. ഇതെല്ലാം 1/2 മീറ്റർ താഴ്ചയാണ്. ശരിക്കും സീ ലെവലിൽ നിന്ന് കുറേ താഴെയാണെന്നുള്ള മനസ്സിലാക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പഴയ അമ്പലങ്ങളിലെ കാവിനെ പറ്റിയാണ് ഓർമ്മ വരുന്നത്. ആ കാവിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഉണ്ടാവില്ലായിരിക്കും, ചെറിയ കുറച്ച് കുളങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ആ ഒരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കാവെന്ന് വേണമെങ്കിൽ പറയാം. കാട് തന്നെയാണല്ലോ. ഒരു മിനി ഫോറസ്റ്റിലേക്ക് വന്ന് നമുക്ക് ഇറങ്ങി പോണ ഒരു പ്രതീതി. ഇതിൽ ഈ സമയത്ത് മൈഗ്രേറ്ററി ബേഡ്സിനെയും കാണാൻ പറ്റില്ല എന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു. അപ്പോൾ ബേഡ്സിനെ പ്രതീക്ഷിച്ചിട്ടല്ല വന്നതിപ്പോൾ, കാരണം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇവരുടെ സൗണ്ട് കേൾക്കാം, ബേഡ്സിൻ്റെ ഇങ്ങനെ അവരുടെ സൗണ്ട് നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാം. പക്ഷെ അവരെവിടെ ഇരുന്നിട്ടാണ് ഈ സൗണ്ട് കേൾപ്പിക്കുന്നത് എന്നുള്ളത് മാത്രം നമുക്ക് അങ്ങനെ അറിയില്ല എന്ന് മാത്രം. സ്റ്റിൽ കാക്കേനൊന്നും ഞാൻ കണ്ടില്ല. സാധാരണ കാരണം കാക്കേൻ്റെ ഉള്ളിൽ കാണാനില്ലായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് കാണാനില്ലെന്ന് അവർ തന്നെ പറഞ്ഞു, കാരണം അവർ സ്ഥിരമായിട്ട് ഇതിൽ നടക്കണതാണല്ലോ. അപ്പോൾ പക്ഷേ നല്ലൊരു ഫോറസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് പിന്നെ കിട്ടും. അതിൽ വേറൊരു സംബന്ധിച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ യുവമിഥുനങ്ങൾ എന്നുള്ള സംഭവങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അത് ഈ പോകുന്ന സ്ഥലത്തൊക്കെ യുവമിഥുനങ്ങളും അല്ലാത്ത മിഥുനങ്ങളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊരു പ്രശ്നമായിട്ട് കാണണമല്ല, കാരണം അവർക്ക് സ്വയമായിട്ട് പുറത്തിരിക്കാൻ പറ്റാത്തതായിരിക്കും ഇവിടെ വന്നിരിക്കുക. എനിവേ, ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ കുട്ടനാടൊക്കെ ഇതിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ കുട്ടനാടൻ പുഞ്ച വയൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് പുഞ്ച കൃഷി, പിന്നെ വേറൊരു കൃഷി. ആ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ പിന്നെ ഈ കായൽ പ്രദേശം കാരണം വള്ളത്തിലാണ് അധികം പേര് സഞ്ചരിക്കുന്നത്. പിന്നെ ബോട്ട്, ഇവിടെ വേറെ ബോട്ടുകളൊന്നും ഇല്ല, സർക്കാരിൻ്റെ ബോട്ടുകളൊന്നും ഇവിടെ നിന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഉള്ളത് ലോക്കൽ ആൾക്കാർ 500 രൂപയ്ക്ക് ഇവർ ഓട്ടോറിക്ഷ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്തയാൾ, അങ്ങനെ 500 രൂപയ്ക്ക് നമ്മൾ ചുറ്റിക്കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ വെള്ളമൊക്കെ അങ്ങനത്തെ വെള്ളമാണ്. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു ചുറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറും മദറോടെ വെയിറ്റ് ചെയ്യണ കാരണം ഞങ്ങൾ ചുറ്റി സമയം കണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ചുറ്റാൻ പോയാനേ. ഇത് ഈ ഇരിക്കുന്ന ചേട്ടൻ ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ അന്ന് ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ചുറ്റിയില്ല. പിന്നെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനിയും കുറേ നടക്കാണ്ട്, ഇപ്പോൾ നിങ്ങൾ വന്നതിനേക്കാളും 1.5 ഇരട്ടിയെങ്കിലും ദൂരം ഇനിയും പോകാണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അത് കേട്ടിട്ട് മടി പിടിച്ചിരിക്കാണ്ട് എന്തായാലും വച്ച കാൽ പിന്നോട്ടില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് തന്നെ പോവുകയുണ്ടായത്. അത്രയ്ക്കൊന്നും ദൂരം പോകേണ്ടിയിരുന്നില്ലെങ്കിലും അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. 2 കിലോമീറ്റർ എങ്ങനെ വന്നാലും നമുക്ക് നടന്നേ പറ്റും ഇതിൻ്റെ ഉള്ളിൽ, കാരണം എന്നാലേ എൻ്റെ അങ്ങേയറ്റം കാണുള്ളൂ. ഈ കാണുന്നൊക്കെ പുല്ലാനി എന്ന് പറഞ്ഞ സാധനമാണ്. അത് മുറിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മാൻ വേഴ്സസ് വൈൽഡ് കാണാനും പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ കാര്യമില്ല. ഇതൊക്കെയാണ് പുല്ലാനി. ഇതിലൊക്കെ കാട്ടിൽ പോകുമ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ ഇതൊന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗുമ എന്ന് പറഞ്ഞ വെള്ളം നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാം. അത് നല്ല പ്യൂർ വെള്ളമായിരിക്കും. ഇത് ശരിക്കും കാട് തന്നെയാണ്, എന്നാൽ വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാട് എന്ന നിലയിൽ നമുക്ക്
സേഫായിട്ട് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ബോട്ടുകൾ ഇങ്ങനെ പോകണം കാണാം. ഹൗസ് ബോട്ടുകൾ ധാരാളമുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആദായം തന്നെയാണ് ഹൗസ് ബോട്ട് ഉണ്ടാക്കുക, വിൽക്കുക എന്നുള്ളത്. പല സെലിബ്രിറ്റിക്ക് ഇവിടെ ഹൗസ് ബോട്ടുകളുണ്ട്. കുമരകത്ത് മാത്രമല്ല, കോട്ടയത്തും കുട്ടനാടൊക്കെ ഹൗസ് ബോട്ടുകൾ നിലവിലുണ്ട് അവർക്ക്. ഈ ഹൗസ് ബോട്ട് നിർമ്മാണം എന്നുള്ളത് നാട്ടുകാരുടെ ഒരു വരുമാന മാർഗമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ അധികം കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ്, പാടം, പിന്നെ മത്സ്യകൃഷി, അങ്ങനെയൊക്കെ കൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ ജീവിച്ച് പോണത്. അപ്പോൾ സാധാരണ ഒരു നാട്ടുപുറം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രകൃതി ഇഷ്ടമുള്ള ആളുകൾക്ക് വരുമ്പോൾ നല്ല രസമായിരിക്കും. ആസ്വദിക്കും. ഇപ്പോൾ ഈ പോകുന്നൊരു ബോട്ടാണ്. ദൂരെ ഉള്ളിലൂടെ പോയാൽ നോക്കിയാൽ കാണാം ഒരു ബോട്ട് പോകണം കാണാം. ഇങ്ങനെ ചെറിയ ചെറിയ കോൺക്രീറ്റ് പാലങ്ങൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാണാം. വെള്ളമെല്ലാം സ്റ്റിൽ വാട്ടറാണ്, ഒഴുക്കുള്ള വെള്ളമൊന്നുമല്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ അഴുക്കുണ്ടാവും. സോ അറിയാണ്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകാണ്ടിരിക്കുകയാണ് നല്ലത്. അതായത് വെള്ളത്തിലേക്ക് കാലും കയ്യിൽ നിന്ന് എടുത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഒന്നും പറ്റിയില്ലെങ്കിലും ഇതിലിഷ്ടം പോലെ രോഗാണുക്കളുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങാണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലത്. പിന്നെ പായലൊക്കെ പിടിച്ചെടുക്കുന്ന ഏരിയയാണ്. അതിൽ കൂടെ ഇപ്പോൾ ഒരു അടിപൊളി ഹൗസ് ബോട്ട് ഇങ്ങനെ പോണേ മന്ദം ഇങ്ങനെ നീന്തി പോണത് കാണാൻ പറ്റും. ഇതിനൊക്കെ നല്ല വാടകയായിരിക്കും. നമുക്ക് കണ്ട് ആസ്വദിച്ചാൽ മതി. പിന്നെ കാശ് കൊടുത്താൽ നമുക്കുള്ളിൽ കയറി പോവുകയും ചെയ്യാം. അത് വേറെ കാര്യം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഹൗസ് ബോട്ട് ഒരിക്കലും കയറി പോകണം നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ തന്നെ പോയിപ്പോൾ ഒരു പൂ പറിച്ചു. അവിടെ പൂ പറിക്കാൻ പാടില്ലെന്ന് എഴുതാത്ത കാരണം നമുക്ക് ഇഷ്ടംപോലെ പറിക്കാൻ പറ്റും. പക്ഷേ ഇഷ്ടംപോലെ പറിക്കാൻ പൂ കൂടെ ഇല്ല. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ നടക്കാനുണ്ടായത്. അങ്ങനെ നടന്നപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഒരു ദ്വീപാണ് ശരിക്കും ഇത്. ഇതിൻ്റെ അടുത്ത് തന്നെ പാതിരാമണൽ എന്നൊരു ദ്വീപുണ്ടെന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ കുറേ കാട് പിടിച്ച സ്ഥലം, ഒരു ദ്വീപാണ്. അങ്ങോട്ടേക്ക് ഇവർ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ബോട്ട് സർവീസ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ യന്ത്രം വെച്ച വള്ളങ്ങളൊക്കെ ഉണ്ട്. യന്ത്രം വയ്ക്കാതെ തൊഴിഞ്ഞു പോകുന്ന വള്ളങ്ങളുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ശരിക്കും ടൂറിസ്റ്റ് പൊട്ടൻഷ്യാലിറ്റി നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് കാര്യമായിട്ടും ശ്രദ്ധിക്കാത്ത കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. പാതിരാമണലിലേക്ക് 4 കിലോമീറ്റർ ഉള്ളൂ. അവിടെ വൈക്കത്തേക്ക് 16 കിലോമീറ്റർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേറൊരു രാജ്യത്തായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ എത്ര ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് യോജിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ കുറച്ച് പേർക്ക് ജീവിക്കാൻ ശമ്പളം കിട്ടിയ ജോലി കിട്ടുന്നല്ലാണ്ട് വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത്. കാരണം വയനാടൊക്കെ ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റത്ത് എന്താ പറയുക പൊട്ടൻഷ്യാലിറ്റിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ. പക്ഷേ ഇവിടത്തേക്കാളും ബെറ്ററാണ് വയനാടെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ കുമരകത്തും നല്ല പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റിന് അവർ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയണ്ടെങ്കിലും പിന്നെ അത് ഗവൺമെൻറ് മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ടൂറിസം വളരണമെങ്കിൽ അവിടെ എന്താ മദ്യം മന്നെങ്കിൽ ഇവിടെ ബാറുകൾ അനുവദിക്കാൻ പറ്റില്ല. ഇവിടുത്തെ പല പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർക്ക്. കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ഗോവ എത്തിക്കഴിഞ്ഞാൽ മുക്കിന് ബാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും പറ്റില്ല. അപ്പം ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി. അല്ലാണ്ട് നമുക്ക് പറയാനൊന്നുമില്ല. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തോ ഒരു വാച്ച് ടവർ എന്നുള്ള സാധനം കാണാമെന്നുള്ള ആവേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വാച്ച് ടവർ മോളിൽ കയറി കാണാമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ മുന്നോട്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്കാണ് വള്ളിപ്പടർപ്പുകളും ചുറ്റുപാടുള്ള ചെറിയ സ്റ്റിൽ വാട്ടറൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമായിരുന്നു. ഈ സ്റ്റിൽ വാട്ടറിലൊക്കെ കുറേ പാറ പോലെ കിടക്കുന്ന സാധനം ഞാൻ കണ്ടു. ഞാനതോർത്ത് പാറയാന്ന് ഓർത്തത്. അങ്ങനെ ഞങ്ങൾ മാത്തായ ആ വാച്ച് ടവറിലെത്തി. അവിടെ എത്തിപ്പോണ്ട് അത് മെയിൻ്റനൻസിലാണെന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് അടുത്ത് വേണ്ടിയിരിക്കാൻ ഒരു ചെങ്ങല കൊണ്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ നമുക്ക് കാഴ്ചയൊന്നും കാണാനില്ലല്ലോ. കാരണം നമ്മുടെ കേരളത്തിലൊരു സാധാരണ ഒരു ആവറേജ് വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ടവറൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ആ ടവറിനെ വാച്ച് ചെയ്യാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ആ വാച്ച് ടവറിന് മുകളിൽ കയറിയിട്ട് കാണുക എന്നുള്ളതല്ല ശരിക്കും. കണ്ട ചെങ്ങലിട്ട് കെട്ടി കണ്ടില്ലേ. ഇപ്പോൾ നമ്മളോട് വാച്ച് ടവർ കാണാൻ വേണ്ടി ഓടി എത്തുകയാണ്. എന്ത് വലിയ സംഭവം കാണാൻ ഓർത്ത് വന്നതാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് നടക്കുന്നത്. കാരണം തമ്പുഖത്തിലേക്ക് പോകുമ്പോൾ അവർ പണിത് വയ്ക്കുന്ന സമയത്തുണ്ടാകും. കുറച്ച് കാലം കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഉണ്ടാകാറില്ല. ഇതിപ്പോൾ MSൽ പണിതേക്കുന്ന സാധനമാണ്. ഇത് അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെങ്ങലക്കിട്ട് കൂട്ടിയേക്കാണ്. അപ്പോൾ ശരിക്കും നമ്മൾ എന്തിനാണ് ഈ 100 രൂപ വാങ്ങിച്ചത്? ഒരാൾക്ക് 100 രൂപ വാങ്ങിച്ചിട്ട് ഇവിടെ കാണാൻ ഫോറസ്റ്റ് കാണാനാണെങ്കിൽ അതിനുള്ള കുറച്ച് കാര്യങ്ങളെ കൂടി അവർ ചെയ്ത് വെക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഇങ്ങനെ മെയിൻ്റനൻസ് പറഞ്ഞ ആൾക്കാരെ നടത്തിയിട്ട് കയറ്റാത്ത അവസ്ഥയിലേക്ക് വെച്ചേക്കാണ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള സ്ഥിരം കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ശരിക്കും ഇത് അഫക്റ്റ് ചെയ്യും. ടൂറിസ്റ്റുകളെ ശരിക്കും മണ്ണന്മാരാക്കണ പരിപാടി ഇല്ല. കാശും വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ടവർ ഉണ്ടെന്ന് പറഞ്ഞു ടവർ കാണാൻ വരുമ്പോൾ ടവർ മാത്രം കാണാനല്ല തന്നെ. നമുക്ക് ടവർ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടുള്ള ടവർ. ഇത് ടവറിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വരേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് നോക്കിയും ചോദിച്ചെടുക്കേണ്ട വരാവും. മിക്കവാറും ടവർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ നമുക്കൊരു കാഴ്ച കാണാൻ പറ്റും.
കുറേ ആമകൾ കയറി കുറേ കൂട്ടമുണ്ട്, അവരെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ല സംഭവമായിട്ട് തോന്നുന്നത്. കാരണം ഇവിടെ വെച്ചിട്ട് വന്നിട്ട് പക്ഷികളെ കാണാൻ പറ്റില്ലെങ്കിൽ കുറേ ആമകളെ കാണാൻ പറ്റില്ലോ. ഇതിൽ കംപ്ലീറ്റ് ആമകളാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു പാറക്കല്ലെന്ന് പറഞ്ഞ സാധനം പാറക്കല്ലല്ല, ആമയുടെ തോടാണ് അതെല്ലാം. പിന്നെ നോക്കിയപ്പോൾ മനസ്സിലാണ് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ആമകളുടെ പൂരക്കളിയാണ്. അത്ര ആമകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ കറുമുറ ഇങ്ങനെ കടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. എന്തോ കടിച്ച് തിന്നെയാണ്. അപ്പോൾ രാവിലത്തെ അവർ ഭക്ഷണം കഴിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ ആമയുണ്ട്, മീനുണ്ടാവാം, ഞണ്ടുണ്ടാവാം, പല കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ, പാമ്പുണ്ടാവാം. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊരു ഉടുമ്പിനെ കണ്ടു. ഇതിപ്പോൾ സൂക്ഷിച്ച് കാണാം, ഒരു ഉടുമ്പാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുണ്ട് എന്താ കൊമോഡോ ഡ്രാഗണിൻ്റെ അതേപോലെ തന്നെയാണ്, അതിൻ്റെ ചെറിയൊരു വേർഷൻ, വളരെ ചെറിയൊരാൾ എന്ന രീതിയിൽ. ഇത് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ 2 പേരെയാണ് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയത്. പിന്നെ കുറേ പക്ഷികളുടെ സൗണ്ടും കേട്ടു. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ ആളെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് പോകുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇത് നമ്മൾ വന്നിട്ടൊന്നും ഇവർ അനങ്ങണില്ല. കാരണം ഇവർക്ക് നമ്മളെ ആരും പേടിയൊന്നുമില്ല. അത് അവരുടെ സ്ഥലമാണല്ലോ, നമ്മൾക്ക് അതിഥികൾ മാത്രമാണ്. നമ്മൾ അവരെ റെസ്പെക്റ്റോടു കൂടി അവരെ ശല്യപ്പെടുത്താണ്ട് നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ തിരിച്ചു പോയിന്ന് മാത്രം. അങ്ങനെ പോണ വഴിക്ക് പിന്നെയും ഇതേപോലുള്ള ചതുപ്പ് നിലങ്ങളല്ല. പാതിരാമണിൽ 4 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? പിന്നെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അല്ല, അന്ന് ഇവിടെ മുഴുവൻ പൊങ്ങിപ്പോയില്ലേ? ആണോ? ആ, അങ്ങനെ എല്ലാം കൂടെ കണക്ഷനാണ്. വേമ്പനാട്ടുകാരില്ലേ? ഇത് കായലിനേക്കാളും 1/2 കിലോമീറ്റർ താഴെയെന്ന് പറഞ്ഞേട്ടെ. താഴെയെന്ന് ഒഴുകുന്നുണ്ട്. മറ്റേ ബോട്ട് സർവീസ് ഇവിടെ കുറെ ബോട്ട് കൊണ്ടല്ലോ. എന്താണ്? പ്രൈവറ്റ് ബോട്ടാണ്. അതാണ് സർക്കാരിൻ്റെ ബോട്ട് ഒഴുകില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ മറ്റേ 500 കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ സർവീസ് പോണ ബോട്ടാണ്. അപ്പോൾ ഇതിൽ പോയാൽ പേരിനെ കാണാൻ പറ്റും. മറ്റേ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ല. ആ സമയത്താണല്ലേ ദേശാടന പക്ഷി ഇപ്പോൾ വരാറില്ല അല്ലേ? സമയത്ത് വരും. ഓക്കെ, ശരി, താങ്ക് യു. ഇതാണ് ഞാൻ പറഞ്ഞ 3ാമത്തെ ആൾ. 3ാമത്തെ ഞങ്ങളവിടെ കണ്ട ആളാണ്, ഒരു പൂമ്പാറ്റയാണ്. അത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. ഞങ്ങൾ നടക്കുമ്പോൾ കുറച്ചുകൂടെ പോയിട്ട് പിന്നെയും നിൽക്കും. ഫോട്ടോയ്ക്ക് പോസിനെ പോലെ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയാണ്, പോവുകയാണ്. സോ പിന്നെ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.